സ്ട്രക്ചർ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ താളം എന്ന് പറഞ്ഞാൽ റിഥം, ആ താളത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ആയിരിക്കണം, ഇല്ലെങ്കിൽ അസ്വസ്ഥതയാവും. അപ്പൊ പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. അതുകൊണ്ടാണ് ഭഗവാൻ വേദവ്യാസം പറയുന്നത് ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വൈതമധാര്യതാം. ധർമ്മത്തിന്റെ സാര സർവസ്വം കേട്ടോളൂ. കേട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ജീവിക്കണം. എന്താ അത്? ആത്മന പ്രതികൂലാനി പരേഷാമന സമാചരേ. തനിക്ക് പ്രതികൂലമായത് മറ്റാരോടും ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഈ പ്രപഞ്ച താളത്തെ നശിപ്പിക്കുന്നതാകരുത്. ഞാൻ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. ഈ കാഴ്ചപ്പാടോട് കൂടിയ ജീവിതമാണ് ധാർമ്മിക ജീവിതം. ആർക്കും ഉണ്ടാകരുത്, എനിക്കും ഉണ്ടാകരുത്. ഞാൻ കാരണം ഒരു ഉപദ്രവം എനിക്കും ഉണ്ടാകരുത്. പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അയ്യോ ഇല്ലല്ലോ. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. സൂര്യന്റെ ഉദയത്തിനും അസ്തമയത്തിനും അനുസരിച്ച് ജീവിതം ചുറ്റപ്പെടുത്തുക. ഉച്ചവരെ കിടന്നുറങ്ങലല്ല. ഇന്ന് ഹോളിഡേ ആണ്, അതുകൊണ്ട് ഉച്ചയ്ക്കാണ്. സൂര്യൻ ഉണരുന്നതിന് മുമ്പ് നമ്മുടെ നിത്യകൃത്യങ്ങളെല്ലാം കഴിയണം. രാത്രി 2 മണി വരെ ഇരുന്ന് വായിക്കരുത്, പഠിക്കരുത്. നമ്മുടെ സിർക്കാഡിയൻ റിഥം എന്നൊക്കെ സയൻസ് ക്ലാസ് പഠിക്കേണ്ട വിഷയമല്ല. എന്താ തെറ്റിച്ചാല് നോക്കിക്കോളൂ. എങ്ങോട്ടാ പോണത്? ഞാൻ തെറാപ്പിക്ക് പോവുക. എന്ത് തെറാപ്പി? ഫിസിയോതെറാപ്പിയാ? അല്ല, സൈക്കോതെറാപ്പിയാ. ഉറക്കത്തിന് ഗുളിക കഴിക്കുന്നവരാണ് കൂടി വരുന്നത്. പെരുകാണ് ഡിവോഴ്സ്. വീട്ടിന് ഉള്ളിലും പുറത്തും വയലൻസ് കൂടുക, സ്ട്രെസ് കൂടുക, ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് കൂടുക. നമ്മൾ അതിന് മരുന്ന് കൊടുക്കുകയല്ല വേണ്ടത്, അത് കാരണമില്ലാണ്ടാക്കുക. അപ്പൊ ജീവിതം താളത്തിനനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സൂര്യോദയം മാറ്റാൻ കഴിയില്ല. നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള കാലത്തോളം നമുക്ക് കഴിയില്ല. ഈ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാനും നമുക്ക് കഴിയില്ല. അറിയാൻ കഴിയുമോ? കഴിയില്ല. വെറുതെ വിചാരിക്കാൻ കഴിയും. അപ്പൊ അതാണ് ധനാധർമ്മം, ധാർമ്മിക ജീവിതം. അല്ലാണ്ട് കുളിയിടുന്നതോ കുളിക്കുന്നതോ അമ്പലത്തിൽ പോണതോ ഒന്നുമല്ല. അതൊക്കെ വേണം, അത് വേറെ. അത് ആചരണങ്ങളുടെ ഭാഗമാണ്, അത് ജീവിത ക്രമീകരണങ്ങളുടെ ഭാഗമാണ്, അത് അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്, അത് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്, സാധനയുടെ ഭാഗമാണ്. ധാർമ്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അത് ഈ താളത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക. ഈ രീതി പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ നല്ലോണം സ്വീകരിക്കും, അവർ മനസ്സിലാക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഹിന്ദുക്കൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരൊക്കെ പൊതുവെ ഹിന്ദുക്കൾ എന്നൊരു രീതിയാണ്? ഇവിടെ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെയുള്ള ഭൂപ്രദേശത്ത് നിന്നാണ് ഈ അറിവുകളിൽ ലോകം പ്രചരിച്ചത്. ധർമ്മം ലോകത്തിലുടനീളം ഉണ്ടായിരുന്നു. ഗ്രീസിൽ നശിപ്പിക്കപ്പെട്ടു, റോമിൽ നശിപ്പിക്കപ്പെട്ടു, മെസപ്പൊട്ടാമിയയിലും ബാബിലോണിയയിലും നശിപ്പിക്കപ്പെട്ടു, മായൻ സംസ്കാരവും ഇൻകോ സംസ്കാരവും നശിപ്പിക്കപ്പെട്ടു. എല്ലാം നശിച്ചു. ആകെ നശിക്കാതെ നിലനിൽക്കുന്നത് ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെ നിലനിന്ന ആ സംസ്കൃതിയാണ്. അതുകൊണ്ട് ഇന്ന് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. അതായിരുന്നില്ല പണ്ട്.
ഇപ്പോഴും അങ്ങനെയുണ്ട്, അമർത്തി വെച്ചിരിക്കുക. അത് തടുത്താൽ മതി, അത് ശക്തി പ്രാപിച്ചാൽ മതി, നന്നാവും. പക്ഷേ ഇനി ശക്തി പ്രാപിച്ചാൽ തനത് ഭാവം ഉണ്ടാവാൻ പണിയാണ്. കാരണം കുറെ അംഗങ്ങൾ മുറിഞ്ഞു പോയി. പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ഹിന്ദുവെ സംബന്ധിച്ച് അംഗങ്ങൾ മുറിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ പറയുന്നത് എന്താ അർത്ഥം? അംഗങ്ങൾ മുറിഞ്ഞാൽ എന്താ? അംഗങ്ങൾ മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ തനത് സംസ്കാരത്തെ പിൻപറ്റുന്നവർ, ആമിഷ് എടുത്തോളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു ചില ഇൻഡിജിനസ് ആയിട്ടുള്ള വിഭാഗങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ ചില ദ്വീപുകളിൽ, ഹവായി പോലുള്ള ദ്വീപുകളിൽ എടുത്തോളൂ. കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഷോക്കി വെച്ചിരിക്കുക. അവർക്ക് ഒരു ഒരു അച്ഛൻ മക്കള് മക്കള് മക്കൾ എന്നുള്ള രീതിയിൽ തുടർന്ന് വന്നത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ചില അംശങ്ങളേ ഉള്ളൂ, ചില അംഗങ്ങളേ ഉള്ളൂ. ഓസ്ട്രേലിയയിലെ അബോറിജിൻസിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ചില അംഗങ്ങളേ ഉള്ളൂ. പക്ഷെ ഹിന്ദുവിനിടയ്ക്ക് അത് മുറിഞ്ഞു പോയിട്ടില്ല. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പോലെ തന്നെ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ലോകത്തിൽ ഇതുണ്ട്, ഹൃദയത്തിലുണ്ട്, ഈ ആദരവുണ്ട്. അത് നശിപ്പിച്ച സംസ്കാരത്തെ നശിപ്പിച്ചത് മതങ്ങളാണ്. സംസ്കാരത്തെ, ധർമ്മത്തെ നശിപ്പിച്ചത് മതങ്ങളാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, വനവും തോട്ടവും പോലെയാണ് ധർമ്മവും മതവും. വനം എങ്ങനെയാ? കാട്, ആയിരക്കണക്കിന് വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽവർഗ്ഗങ്ങളും സസ്യങ്ങളും ജന്തുക്കളും ഒന്നിച്ച് സ്നേഹമായി സഹവസിക്കുന്നതാണ് കാട്. അവിടെ വിളയും കളയും ഇല്ല. വിളയും കളയുമില്ല. എല്ലാവരും പരസ്പര ആദരവോടുകൂടി സഹകരിക്കുന്നതാണ്. നമ്മൾ അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റി നല്ല ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമി ലെവൽ ചെയ്ത് വേരടക്കം പൊരിച്ചെടുത്ത് തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നനച്ച് വളർത്തിയാൽ ഒരു 4-5 കൊല്ലം കൊണ്ട് ഒന്നായി പച്ചപ്പ് മരങ്ങളാവും. പക്ഷേ കാടാവുമോ? അത് പ്ലാന്റേഷൻ മാത്രമാണ്, കാടല്ല, തോട്ടം. മതങ്ങളൊക്കെ തോട്ടങ്ങളാണ്. ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്നിലൂടെ മാത്രം, ഒന്നിനേക്ക് വേണ്ടി മാത്രം. ബാക്കിയെല്ലാം കളകളാണ്. കൂടുതലും അവിടെ വീടാണ്, കളയാണ്. അപ്പൊ ഒന്നുകിൽ കളയെ ഇങ്ങോട്ട് മാറ്റിയിട്ട് വിളയാക്കണം, കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ കാട്ടിനതില്ല, ധർമ്മത്തിനതില്ല. ധർമ്മം എല്ലാവരെയും സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അവിടെ ആരെയും മാറ്റുന്നില്ല. ഞാൻ ഇന്ന മതക്കാരനാണ്, സന്തോഷം, നീ ഇരിക്കുക. ഞാൻ മതവിശ്വാസം ഇല്ലാത്ത ആളാണ്, വളരെ സന്തോഷം, നീ ഇരിക്കുക. ആരും ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് മതങ്ങൾ എപ്പോഴും ഈ ടോളറൻസിനെ കുറിച്ചാണ് വലിയ മൂല്യമായിട്ടുള്ളത്. റിലീജിയസ് ടോളറൻസ്, ലിംഗ്വിസ്റ്റിക് ടോളറൻസ്, എത്നിക് ടോളറൻസ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ടോളറൻസ് ഒരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് ടോളറൻസ് ഇല്ല. ടോളറേഷൻ എന്നുള്ളതല്ല നമ്മുടെ ആശയം. പിന്നെന്താ? അക്സെപ്റ്റൻസ്, യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ്. ഈ ടോളറൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ മൂല്യമൊന്നും അല്ലാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അതാപ്പോ വലിയ കേമത്തരം ഈ റിലീജിയൻ. ഈ ടോളറൻസ് ഏതുപോലെയാ? ഞാൻ ഉദാഹരണം പറയാം.
തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക. കാരണം നമ്മളൊരു പ്രഭാഷണ വേദിയൊന്നുമല്ല, നമ്മൾ അനൗപചാരികമായിട്ട് ഒരു കുടുംബത്തിലിരിക്കുക. അത് തെറ്റാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പറയാം. ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു സസ്യാഹാരിയാണെന്ന്, വെജിറ്റേറിയൻ വിചാരിക്കണം, അല്ലേ പറയാൻ പറ്റും? അല്ല, അല്ലാതെ പറയാൻ പറ്റും? നമുക്ക് അറിയാം, നമുക്ക് കിട്ടുന്ന അരി എന്താണ്, ഗോതമ്പ് എന്താണ് നമുക്കറിയാം. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള എങ്ങനെയാണ് അതിന്റെ ജീൻസ് ഘടിപ്പിച്ചത് നമുക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം നല്ല രസകരമായ കാഴ്ച കണ്ടു. അമേരിക്കയിലെ ഏറ്റവും അധികം പ്രദേശങ്ങളിലേക്ക് പാല് എത്തിക്കുന്ന വലിയ ഫാമുകൾ കാലിഫോർണിയയിലാണെന്ന് അറിയാമല്ലോ. അപ്പൊ കുറേ പശുക്കളെ കണ്ടു. ഞാൻ കട്ടറോഡിന് വെറുതെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു, ഇത് കാണാൻ വേണ്ടി. ആയിരക്കണക്കിന് പശുക്കൾ, ഒറ്റൊന്നിന് പശുവിന്റെ ലക്ഷണമില്ല, ഒക്കത്തിനും പന്നീന്റെ ലക്ഷണം. ഫ്ലാറ്റാണ്, തല നട്ടല് ഫ്ലാറ്റായി പന്നി. അതെ, തമാശയല്ല, തമാശയെന്ന് വിചാരിക്കരുത്. പശുവിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അങ്ങനെയാ പശുവിന്റെ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെയുണ്ടാവും. ഇതിങ്ങനെയാണ് അടിഭാഗത്ത്. പന്നിയാണ്, പന്നിയല്ല പശുവാണ്, പശുവല്ല പന്നിയാണ്. അതെ, അതാണ് ഏറ്റവും അധികം പാല്. ദയവീത് കുടിക്കരുതേ. അങ്ങനത്തെ പാല് നിങ്ങൾക്ക് ഏറ്റവും മിൽക്ക് വാങ്ങാൻ കിട്ടില്ല, കുടിക്കും. ഏറ്റവും മിൽക്കില്ല, ശരി. അതിനേക്കാൾ അപ്പുറം ഏറ്റുമായിരിക്കും, മലയാളത്തിലുള്ള ഏറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ലേ? ശരിക്കും നമ്മൾ വാക്ക് പറഞ്ഞു, ശരിക്കും ഏറ്റവും മിൽക്കെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അത് മുൻകൂട്ടി കണ്ടിട്ടാ പറഞ്ഞു. എവിടെ ഏറ്റുണ്ടാവും? ഒക്കെ ഏറ്റുവാണ്, മലയാളത്തിലെ ഏറ്റുവാണ്. ശരി, എന്താണ് ഏറ്റുവാണെങ്കിൽ നാടൻ പശുവിന്റെ ഗുണങ്ങളാണ്. ഏറ്റുവാണെങ്കിൽ നാടൻ പശു ആയിരിക്കണം. 2, സാമാന്യ ലോകഭക്ഷണം കഴിച്ച് വളരുന്നവരാണ്. കൃത്രിമ കാലിത്തീറ്റ കൊടുത്തിട്ട് വളരുന്നവരാവരുത്. സങ്കര ഇനമാവരുത്. ഇതൊക്കെ ആയാലും ഏറ്റവും പറയും. നമ്മൾ പറഞ്ഞ വിഷയം കഴിഞ്ഞില്ലോ? കഴിഞ്ഞോ? ആ, അപ്പൊ ഞാന് സസ്യാഹാരിയാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി, വീട്ടിലല്ല, ആശ്രമത്തിലല്ല. ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയല്ല, പബ്ലിക് റെസ്റ്റോറൻറ്റിലാണ്. വലിയൊരു ടേബിൾ, ഇപ്പുറം കസേരയുണ്ട്, അപ്പുറം കസേരയുണ്ട്. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ പരിശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറപ്പെടുകയാണ്. ഓ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹരം ബ്രഹ്മാർപ്പണം ബ്രഹ്മണാഹുരം ബ്രഹ്മയുവതേന ബ്രഹ്മ ഓം പ്രാണായ സ്വാഹ പാനായ സ്വാഹ സമാനായ സ്വാഹ ഉദാനായ സ്വാഹ ഉദാനായ സ്വാഹ. അപ്പോഴാണ് ഒരു ചങ്ങാതി തൊട്ട് മുമ്പ് ഓടി വരണം. ഒരു പ്ലേറ്റ്, 1-2 ബാസ്ക്കറ്റ്, ബാംബൂവിന്റെ ഇതുകൊണ്ടുണ്ടായതാണ്. 1-2 വേറെ വെസൽസ് ഒക്കെ ആയിട്ട് വരുന്നു. എല്ലാം നിരത്തി വെച്ചു. ഞാൻ വിചാരിച്ചു, എന്തിനാ പറഞ്ഞാൽ ഇതൊക്കെ. ഉടനെ നല്ല ആവി പാർന്ന ചോറ് പ്ലേറ്റിലുണ്ട്. മറ്റേ തുറന്ന് കുറെ പാമ്പിന്റെ കഷ്ണങ്ങൾ. പാമ്പിനെ മുറിച്ചതാ. അത് സാരല്ല, മുറിച്ച് വേവിച്ചതാ, കുഴപ്പമില്ല, സഹിക്കാം. അതൊക്കെ കൂടി എരിയാണ് കാണുന്നത്. കാണുമ്പോൾ എനിക്ക് ആകെ അറപ്പുണ്ടാവണം. പാറ്റ ഈ ബാസ്ക്കറ്റിന് പിടിച്ചിട്ട് ഈ ചൂട് ചോറിലേക്ക് ഉണ്ടാവും. ജീവനുള്ളത്. ഒരു 2 തേളുകൾ ആ സമയത്ത് എന്തായിരിക്കും എന്റെ മനസ്സിലുണ്ടാകുന്ന ഭാവം? ഇൻടോളറൻസ് അല്ല, ടോളറൻസ്.
എനിക്കത് ഗെറ്റൗട്ട് പറയാൻ പറ്റുമോ? പബ്ലിക് റെസ്റ്റോറൻറ്റ് എനിക്കതിന് മാറാൻ പറയാൻ പറ്റും. എനിക്ക് മാറാൻ പറ്റുമോ? ഞാനിവിടെ ആചരണം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് യജ്ഞാണ് മാറാൻ പറ്റില്ല. അതിന് മുമ്പാണെങ്കിൽ എനിക്ക് ഓടുവരും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പാടില്ല. ചിലർ നിന്ന് കഴിക്കും, നടന്ന് കഴിക്കും, കിടന്ന് കഴിക്കും, ഉരുണ്ട് കഴിക്കും. പാടില്ല. യജ്ഞമാണ്. യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നിട്ടേ എണീക്കാൻ പാടില്ല. ഇരുന്ന് വേണം യജ്ഞം ചെയ്യാൻ, നിന്നിട്ടല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും നിന്നും നടന്നുമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഇരുന്ന് കഴിക്കും. അപ്പൊ എനിക്ക് പോകാൻ വയ്യ. അയാളെ ഈ തേളിന് അത് ജീവനുള്ള തേള്, അത് ഈ ചൂട് ചോറ് അമർത്തിയിട്ടാണ് ചാവുള്ളത്. എന്നിട്ടാ കടിച്ചു പൊട്ടിക്കണം. അക്കറെന്ന് ശബ്ദം അതാണ് ചോളർ. എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. പക്ഷെ സഹിക്കല്ലാണ്ട് വേറെ വഴിയില്ല. അതാണ് ചോളദേശം. നമ്മളതല്ല. തൊയ് മയി ചാന്യ ത്രൈകോ വിഷ്ണു. നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഈശ്വരൻ ഒന്നാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയശിവ. ആ കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സനാതന. മറ്റതൊക്കെ കളയും കളയുകയാണ്. നമുക്കറിയില്ല. അതാ അവർക്ക് ഇതിന്റെ മഹത്വം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകും. ശരി, സന്തോഷം. 12:42. സ്വാമി, ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പം കുറച്ച് ഏതാനും ദിവസങ്ങളായിട്ട് സ്വാമിജി പല അമേരിക്കൻ നഗരങ്ങളിലും പല ചെറുതും വലുതായിട്ടുള്ള പല കൂട്ടായ്മകളിലും സത്സംഗം നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, മലയാളികളുള്ളതുണ്ട്, മലയാളികളില്ലാത്തതുണ്ട്. അപ്പോൾ അവിടെ കണ്ട ആ സത്സംഗത്തിലുള്ള അങ്ങയുടെ കാഴ്ചപ്പാടും അനുഭവങ്ങളും ഈ നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ അത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്വാമി ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ വിഷമാണ്. എങ്കിലും പൊതുവെ കൂട്ടായ്മ അവിടെ നിൽക്കട്ടെ. കൂട്ടായ്മയിലേക്ക് പിന്നെ വരാം, സത്സംഗത്തിലേക്ക് പിന്നെ വരാം. ഈ യാത്രയെ എന്നെ സംബന്ധിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും ക്ഷീണാഴ്ച ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടാണ് പോകുക. ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞാൻ നോട്ട് ചെയ്തത് ഹോംലെസ് ബെഗിങ് തൊഴിലായിട്ടുള്ളവരുടെ എണ്ണം 10 മടങ്ങ് കൂടി. എല്ലാ സ്റ്റേറ്റും കുറച്ചൊന്നുമല്ല, വളരെ കൂടി. ഹോംലെസ് സ്ട്രീറ്റ് ബെഗേഴ്സ് ആയിട്ടുള്ള വളരെ വളരെ ഇന്നിപ്പോ ഇന്ത്യയിൽ കാണില്ല. പണ്ടാണ്ട് ഇന്ത്യയിൽ കാണില്ല, ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ കാണില്ല. വളരെ കൂടി. പിന്നെ അതിന്റെ 2 ആസ്പെക്ട് ഉണ്ട്. എനിക്ക് അറിയില്ല അത് ഏതാണെന്ന്. പക്ഷെ ഫോർ സെയിൽ ബോർഡ് കൂടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കൂടുതൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ഒന്നുകിൽ. അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കി റൂറൽ ഏരിയയിലേക്ക് പോകാൻ സമൂഹം താല്പര്യപ്പെടേണ്ടുന്ന സ്ഥിതി വരികയായിരിക്കാം. കാരണം ജീവിത ചെലവ് കൂടി വരികയാണ്. പെട്രോളിയം പ്രൊഡക്ട്സിന് തന്നെ ഏകദേശം ഇരട്ടിയായി കഴിഞ്ഞു. ഇവിടെ എത്രയും അറിയില്ല. പല സ്റ്റേറ്റിലും 80% പറഞ്ഞത്. നാട്ടിൽ 3 റുപ്യ കൂടിയപ്പോഴത്തേക്ക് ആകെ പറയണം. പ്രധാനമന്ത്രിയെ തെറി വിളിക്കുക. ആലോചിച്ചപ്പോൾ 3 റുപ്യ കൂടിയിട്ടുള്ളൂ. 3 രൂപയെ കൂടിയിട്ടുള്ളൂ. മറ്റൊരു ക്രൈസിസ്. ഇവിടെ 80% കൂടിയിട്ടില്ല. ചില സ്ഥലത്തൊക്കെ നേരെ ഇരട്ടിയായിട്ടുണ്ടെന്ന്. ഇവിടെ എങ്ങനെയാ? വലിയ കൂടുതൽ. പക്ഷെ ഇവിടെ കൂടിയാലും
മാർക്കറ്റിന് അനുസരിച്ച് കൂടിയും കുറയുന്ന സമയത്ത് അത് കുറയ്ക്കുകയെന്നില്ല. അതാണ് നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. കൂടാൻ തുടങ്ങിയാൽ ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ട്. പെട്രോളിൻ്റെ പിന്നെ പെട്രോളിയം വില കഴിഞ്ഞ 11 വർഷമായിട്ട് ഏറ്റവും കുറവ് കൂടിയത് ഭാരതത്തിലാണ്. റേറ്റ് ഓഫ് ഇൻക്രീസ് വളരെ കുറവാണ്. അങ്ങനെ കുറഞ്ഞ കൂടിയിട്ട് പിന്നെ മറ്റ് കുറയില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനാണ്. രണ്ടാമതായിട്ട് കണ്ടത് സത്സംഗങ്ങളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. യുവജനങ്ങൾ, കൊച്ചു കുട്ടികൾ വളണ്ടിയറാണ് വളരെയധികം പേര് പല സ്ഥലങ്ങളിൽ. ഇല്ല കേമായി ഭക്ഷണം കൊടുക്കാനോ അത് കുട്ടികൾ ചെറിയ മക്കൾ. പക്ഷെ അതിൽ പൊതുവെ സങ്കടകരമായി പറയട്ടെ, മലയാളികളെ കണ്ടിട്ടില്ല. ചെറുപ്പക്കാർ കൂടിയതിലും മലയാളികളെ കണ്ടിട്ടില്ല. ഈ യാത്രകളിൽ മലയാളികൾ ഒത്തുചേർന്ന രണ്ടാമത്തതാണ്. ബാക്കിയൊന്നും മലയാളികളായിരുന്നില്ല. എല്ലാവരും ഉണ്ട്, മലയാളികളും ഉണ്ട്, ഇല്ലാന്ന് പറയും. താല്പര്യം, പഠിക്കണമെന്നുള്ള താല്പര്യം വളരെ കൂടിയിട്ടുണ്ട്. കാരണം ഭൗതികമായ നേട്ടങ്ങളെ കൊണ്ട് മാത്രം എല്ലാം ആവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലകളിൽ ആ ബോധം ഇല്ലാത്തവർക്കും അത് പതുക്കെ 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 വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയധികം ഒരുതരം അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി നമ്മൾ പറയുന്നു. അപ്പോൾ സമാധാനത്തിന്, ശാന്തിക്കിടെ വഴിയുള്ളൂ തിരിച്ചറിവ്. ഇതൊക്കെയാണ് പറയാൻ. നമ്മൾ പൊതുവെ അവിടെ ചെന്നാലും വലിയ പ്രഭാഷണങ്ങളല്ല പതിവ്. സംശയ നിവാരണം കൂടുതൽ പതിവ്. ധാരാളം സംശയങ്ങൾ ചേർത്ത്, എല്ലാം നല്ല സംശയങ്ങളാണ്. ആവശ്യമാണ്, അനാവശ്യമായിട്ട് വെറുതെ ടൈം പാസിന് ചോദിക്കുന്നൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള സംഗതി. ഈ ചെറിയ കൂട്ടായ്മയിൽ നമുക്കൊരു സ്വാമിജി പറഞ്ഞ പോലെ ഒരു സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ കൂട്ടായ്മയിൽ നമുക്കൊരു വീട്ടിലിങ്ങനെ പോയി പോകണം, ഒരു അതൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ആണോ അതോ സ്വാമിജിയുടെ? അല്ല, ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്. ഞങ്ങൾ നോക്കുമ്പോൾ അമ്പലം പണിയുന്നതാണ് വലിയ കാര്യം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു അപകടം എന്താ അപകടം എന്നുള്ളത് പറയാം. 2 അമ്പലത്തിൽ പതിയിരിക്കുന്ന വേറൊരു അബദ്ധം പറയുക. നിങ്ങൾ എത്ര പേര് യോജിക്കുന്ന അറിയില്ല, യോജിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എനിക്ക് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവം പറയുക. ഇവിടെ അല്ല, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി അല്ലാണ്ടോ ഒരു സ്ഥലം പറയാം, ചോദിക്കരുത്. അമേരിക്ക. ഞാൻ എവിടെ പോയാലും ആദ്യം ഇവിടെ അടുത്ത് ഏതെങ്കിലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വല്ല ആശ്രമങ്ങളുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ താല്പര്യപ്പെടാറുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. സത്യത്തിൽ ഉണ്ട് കേട്ടോ, അയാൾക്ക് അറിയാനില്ല. പിന്നെ ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മലയാളിയാണ്, ഇവിടെ സ്വാമി നമ്മുടെ ക്ഷേത്രമില്ല, ഗുജറാത്തി ക്ഷേത്രമാണ്, ഗുജറാത്തി ടെമ്പിളാണ്, നമുക്ക് പോകാം. അങ്ങനെ പോയി ചെന്നു. വിഷ്ണു ഉണ്ട്, വെങ്കടേശ്വരനുണ്ട്, പിന്നെ മുപ്പത്തെ പരിവാരങ്ങൾ ആരൊക്കെ ഉണ്ട്, ഗണപതി ഉണ്ട്, ഹനുമാനുണ്ട്, ഷിർദി സായിബാബ ഉണ്ട്, 8 ലക്ഷ്മിമാരുണ്ട്, എന്തൊക്കെയോ ദൈവങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആര് കണ്ടു? ഒരു 10-30 ദൈവങ്ങളും നല്ല മനോഹരമായ മാർബിള്.
നമ്മളെല്ലാവരുടെ അടുത്തും പോയി ചേർന്ന് പോയി. ലോഹ്യം പറഞ്ഞ എല്ലാവരോടും ഞാൻ ദേവരോട് പറഞ്ഞു, അല്ല ഗുജറാത്തി പ്രതിഷ്ഠ കട്ടില്ല, എവിടെ ഗുജറാത്തി? സ്വാമി എന്താ ചോദിക്കണേ? അല്ല നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു ഗുജറാത്തി ക്ഷേത്രമാണ്, ഗുജറാത്തി പ്രതിഷ്ഠ കണ്ടു കഴിഞ്ഞു. കൃഷ്ണനെ കണ്ടു, ലക്ഷ്മിയെ കണ്ടു, ഹനുമാനെ കണ്ടു, ഗണപതിയെ കണ്ടു, ഗുജറാത്തി കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്നൊരു 10-20 കൊല്ലം കഴിഞ്ഞില്ല ഇവിടെ വന്നിട്ട്. നിങ്ങളൊരു ന്യൂറോ സർജനാണ്, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ അമേരിക്കയിൽ വന്നിട്ട് 10-20 കൊല്ലം കഴിഞ്ഞ് ഇതുവരെ നിങ്ങൾക്ക് ഗുജറാത്തി മലയാളി എന്നുള്ള വ്യത്യാസം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? ഇത് വലിയൊരു പ്രശ്നമാണ്. അവിടെ ഗുജറാത്തി ക്ഷേത്രം ഉണ്ടാക്കും, ഇപ്പുറത്ത് തെലുങ്ക് ക്ഷേത്രം ഉണ്ടാക്കും, ഇപ്പുറത്ത് മലയാളി ക്ഷേത്രം ഉണ്ടാക്കും. അടിയോടെ 2 മലയാളി ഉണ്ടായി കഴിഞ്ഞാലോ ഒരു വിഭാഗത്തിന് ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിലേ ഭക്തി, വേറെ അയ്യപ്പൻ ഉണ്ടെങ്കിലേ ഭക്തി. എല്ലാത്തിലും ഒന്ന് കണ്ടൂടെ? നിനക്ക് അയ്യപ്പൻ ഉണ്ടെങ്കിൽ അപ്പുറത്തിന് ഗുരുവായൂരപ്പനെ കൊണ്ട വെക്ക്, ഗുരുവായൂരപ്പനാണ് ഇപ്പുറത്തെ അയ്യപ്പന, അത് പറ്റില്ല. അങ്ങനെ സബോർഡിനേറ്റ് ആവാൻ പറ്റും. പ്രശ്നം ഇതൊക്കെ വേണം. നിങ്ങളൊരു വിഗ്രഹം വെച്ച് ഒരു സ്ഥലത്ത് നാമം ജപിക്കാൻ വെച്ചാൽ ഒരു പ്രശ്നമില്ല, നല്ലതാണ്. പക്ഷെ പ്രാണപ്രതിഷ്ഠ ചെയ്താൽ അത് ക്ഷേത്രമായി, ദേവാലയം. ഇത് 2 ജനറേഷൻ കഴിയുമ്പോൾ ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് വേണ്ടതുപോലെ കൊണ്ടുപോകും നമ്മളെ മക്കൾ? ഇപ്പൊ ഒരു ആവേശത്തിന് ഞാൻ വന്നു ഗുരുവായൂരപ്പനെയും കൊണ്ടുവന്നു, ഞാൻ വന്നു അയ്യപ്പനെയും കൊണ്ടുവന്നു. ശരി, പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടില്ലാത്ത കുഴപ്പമില്ല. പ്രാണപ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രമാക്കി അതിന്റെ നിത്യ ആരാധനാക്രമങ്ങൾ നാളെ മുടങ്ങുന്ന അവസ്ഥ വന്നാൽ അപകടമാകുമില്ലയോ? എന്താ നിങ്ങളെ പറയാം? ഞാൻ പറയുന്നത് അപകടം. മിക്ക സ്ഥലത്തും പ്രായമുള്ള കുറെ പേരാണ് ഇപ്പോഴും. 90കളിൽ ഉണ്ടാക്കിയ അമ്പലമാണ്, അന്ന് അവർ യുവാക്കളായിരുന്നു, ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് പല സ്ഥലത്തും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ട്, അതും ഇപ്പോൾ ഏകദേശമൊക്കെ പകുതി കഴിഞ്ഞു തുടങ്ങി ഇല്ലേ? പിന്നെ കറപ്പിക്കാനൊക്കെ ഉള്ള വിദ്യ ഉള്ളതുകൊണ്ട് പ്രായം അങ്ങനെ മനസ്സിലാവില്ല എന്ന് മാത്രം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടായിരുന്നു, ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുതിയ മക്കളില്ലാതെ, പുതിയ മക്കളില്ല. അപ്പൊ ഈ കണ്ട ക്ഷേത്രപ്പാട്ട് എന്താവും കുറച്ചു കാലം കഴിയുമ്പോൾ? ഉദ്വസിക്കാൻ വിധിയില്ല. പൂജയാണെങ്കിൽ ആവാഹനം ചെയ്ത് അവസാനം വിസർജിച്ചാൽ മതി. ക്ഷേത്രത്തിൽ അതിന് വിധിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ദുരിതാവുമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൂടിച്ചേരുക, ഒരു പ്രാർത്ഥനാ മന്ദിരം ഉണ്ടാവുക, സത്സംഗ മന്ദിരം ഉണ്ടാവുക, അവിടെ ഏതെങ്കിലും ദേവതയുടെ ചിത്രം വെച്ചോളൂ, വിഗ്രഹം വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ക്ഷേത്രം പ്രതിഷ്ഠ തുടങ്ങിയവ ദയവ് ചെയ്ത് തുടങ്ങിയെന്നോ തുടങ്ങി പുതിയതുണ്ടാകും, എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സ്വാമിനാരായണനൊക്കെ പോലെ അതിൻ്റെ ഒരു സക്സഷൻ ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. അവർക്ക് അവരുടെ ഇൻകത്തിൻ്റെ 10% സാലറിയുടെ സ്വാമിനാരായണനാണ്. ഒരു ബിസിനസ് ആണെങ്കിൽ 7% നെറ്റ് പ്രോഫിറ്റ് അത് സ്വാമിനാരായണനാണ്. ശമ്പളമാണെങ്കിൽ 10% സ്വാമിനാരായണൻ. മലയാളികളെ കൊടുക്കണത് കണക്കായി. ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് അവക്കളം പിടിച്ച് മുടിയുന്നല്ലാണ്ട് അഭിപ്രായം പറയാൻ 100 ആളുണ്ട്. അത് ആ ചന്ദനം പൂശിയ ശരിയായിട്ടില്ല. ഏതെങ്കിലും ഒരു സാമൂഹ്യ പരിപാടി ഒരുത്തർ ഉത്തരവാദിത്വം എടുത്താൽ തുടങ്ങി കഴിഞ്ഞു. അന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. അതുകൊണ്ട് ദയവ് ചെയ്ത് പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കരുതേ. ഉള്ളത് നന്നായി. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഏതാ ക്ഷേത്രം അവിടെ പോവുക, ആരാധിക്കുക, മക്കളെ കൊണ്ട്. അത് ഗുജറാത്തി, തെലുങ്ക്, മലയാളി എന്നുള്ള വ്യത്യാസം കൽപ്പിക്കരുത്. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇത് ഒരിക്കലും ഒരു പിരിവ് തീരില്ലല്ലോ, അത് ശ്രദ്ധിച്ചില്ല. പിരിവ് തീരില്ല.
ക്ഷേത്രമായി, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആയി. നിങ്ങളുടെ ആശ്രമം ഉണ്ടായിക്കോളൂ. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റാണ്, പിന്നെ ഇല്ല. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനും കാര്യത്തിനും മതി, അത് വീതി ചുരുത്താൻ മതി. മറ്റേതല്ല, മറ്റേത് ഉടനെ കുംഭാഭിഷേകമായി. സ്വർണ്ണം അപ്പോഴത്തേക്ക് ഇയാൾ പറയും ചെമ്പാക്കണം, നമുക്ക് ചെമ്പ് കൊടുക്കും. അപ്പൊ ചെമ്പിന്റെ മുകളിൽ സ്വർണ്ണാക്കണം. അപ്പോഴത്തേക്ക് തുടരുത് മാറണം, പെണ്ണുങ്ങൾ കയറരുത്, ഒക്കെ വന്നു. അപ്പൊ കുട്ടികൾ ചോദ്യം ചെയ്യും, ആയി അത് പറഞ്ഞു കൊടുക്കാനങ്ങോട്ട് അറിയേ. അല്ലെങ്കിൽ പെണ്ണ് കയറരുത്, അല്ലെങ്കിൽ മെൻസസ് ഉള്ള സമയത്ത് പെൺകുട്ടി കയറരുതെന്ന് പറഞ്ഞു വിചാരിച്ചു. അപ്പൊ ഇവിടുത്തെ ഒരു കുട്ടി ചോദിച്ചു, എന്തുകൊണ്ട് നീ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയോ? അല്ല അറിയോ ചോദിക്കട്ടെ. അപ്പൊ എന്തായി? അത് ജെൻഡർ ഈക്വാലിറ്റിക്ക് വിരുദ്ധമായി, ആന്റി ഫെമിനിൻ ആയി. പ്രശ്നമാണ്. ഇതൊന്നും നിൽക്കാത്തന്നല്ല, അല്ലെങ്കിൽ അറിയണം എന്തുകൊണ്ടെന്ന് അറിയാം. എന്നാ പ്രശ്നം എന്നാ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് അത്രേ മനസ്സിലാവും. ആദ്യം പഠിക്കണ്ടേ, നല്ല മനസ്സിലാവും. ഇതൊക്കെ പ്രശ്നങ്ങൾ. അതൊരു സ്വർണം പൂശുക, ചെമ്പ് പൂശുക, കുംഭാഭിഷേകം, അത് ഇത് എന്നും വരും. പിരി പൊഴിഞ്ഞ നേരമല്ല. എന്നാൽ എന്തുകൊണ്ട് ഹിന്ദു സമാജത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യും? വിശക്കുന്നിടത്തിന് ഭക്ഷണം കൊടുക്കും. ഇവിടെ ഫുഡായിട്ട് നിങ്ങളൊരു 50 പേര് നിങ്ങൾ ഒത്തുചേരാമെങ്കിൽ ഞാൻ ഒരു പണി തരാം. അതിന് 60 പേര്, 60 എന്ന് പറയാൻ കാരണം മാസത്തിൽ 30 ദിവസമായിരുന്നു. മുഴുവൻ സാധിക്കില്ല, ഒരു 1% സാധിക്കും. ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി ആരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് കേരളത്തിൽ, ഹിന്ദു സമൂഹത്തിൽ. ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള നെറ്റ്വർക്ക് നമുക്കുണ്ട്. നെറ്റ്വർക്ക് നിങ്ങൾക്ക് അറിയാത്ത ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ സാംസ്കാരിക സംഘടനകൾ, സംഘം പോലുള്ള അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടാൽ ആ ഗ്രാമത്തിൽ ആരാണ് അമേരിക്കയിലേക്ക് പുതിയ വിദ്യാർത്ഥി വരുന്നത്, അല്ലെങ്കിൽ പുതുതായിട്ട് ജോലി, പുതിയത് മതി, പഴയത് വേണ്ട, വരുന്നത്, അവർ വരുന്ന സമയത്ത് എയർപോർട്ടിൽ പോയി സ്വീകരിക്കണം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് കാണിക്കണം. എന്തൊക്കെ സഹായിക്കാൻ കഴിയും അവർക്ക് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി? ഒരു 2 മാസം മതി, പിന്നെ വേണ്ട. അവർ കൺവേർട്ടഡ് ആവില്ല. നേരെ മലയാളം പോണത് YWCA YMCA ആണ്. നമുക്ക് സംവിധാനം ഇല്ലാന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് സംവിധാനം ഉണ്ടാക്കി കൂടെ? ഈ അമ്പലം ഉണ്ടാക്കുന്നതിന് പകരം ഒരു 5 മുറി ഒരു സ്ഥലത്ത്, ഇപ്പം ഇവിടെ ന്യൂജേഴ്സിയിൽ ഒരു 5 മുറി അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 മുറി ഈ ചെറുപ്പക്കാർക്ക് ഒരു 2 മാസം ഫ്രീ ആയിട്ട് താമസിക്കാം. പിന്നെ അവർ പോയിക്കോളണം. അവരൊരിക്കലും മറ്റൊന്നിലേക്ക് പോയില്ല. അവർ ഹിന്ദു എന്ന് പറഞ്ഞ അഭിമാനം ഉണ്ടാവും. ഇതിവിടെ പണപ്പിക്കുന്നല്ലാതെ എന്താ സമൂഹ സേവ ചെയ്യുന്നത്? കോഴിക്കോട് നിന്നാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഇവിടെ സെയിൻറ്റ് ലൂയിസിലെത്തിയപ്പോൾ അവിടെ 2 ചെറുപ്പക്കാർ കാനഡയിലേക്ക് ജോലിക്ക് വന്നു. സഹോദരങ്ങളാണ്. എവിടെയാണെന്നൊന്നും നാട്ടിൽ അറിയില്ല, കാനഡയിൽ തന്നെ അറിയില്ല. അതിലൊരാളെ കരടി കൊന്നു, ചെറുപ്പക്കാരൻ. കരടി കൊല്ലുക മാത്രമല്ല, ഈ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. വയറൊന്നുമില്ല, വയറില്ല, കഴുത്ത് മുറിച്ച് ഇവിടെ ഈ ഭാഗം മുഴുവൻ പോയി. ഇപ്പം എംബാം ചെയ്യാൻ പറ്റില്ല. എംബാം ചെയ്തിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഇതൊന്നും നാട്ടിലെ അച്ഛനമ്മയ്ക്ക് അറിയുമോ? ഒന്നും അറിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മകൻ്റെ ശരീരം ഒന്ന് കാണും. ഇവർ പുതുതായിട്ട് വന്നവർ, ആരെയും പരിചയം എന്താ ചെയ്യുക? അപ്പോൾ കാനഡയിൽ ഒരു പൊതു സേവാ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെ ഞാൻ വിളിച്ചു. നമ്മളെ വിനോദ വാരപ്രവർത്തനം അറിയില്ലേ? ഇല്ല. വളരെയധികം സേവാ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. സംഘവുമായിട്ട് ബന്ധപ്പെട്ട്, HSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എത്രയോ പേരെ മതം മാറുന്നത് രക്ഷിച്ച ആളാണ്. ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താ സ്ഥിതി?
കാനഡയുടെ ഒരു അറ്റത്ത് അടുത്ത ടൗണിൽ നിന്ന് 700 മൈൽ ദൂരം അവിടെ മൈനിങ് മാത്രമുള്ള ഒരു മഞ്ഞ് പ്രദേശം. അവിടെയാണ് ഇയാൾ മരിച്ചത്, ചെറുപ്പക്കാരൻ. ഉടനെ തന്നെ അവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ സഹോദരനായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂണറലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹോദരന് താമസിക്കാൻ വ്യവസ്ഥയാക്കി കൊടുത്ത് ഭക്ഷണം കഴിക്കാനുള്ള വ്യവസ്ഥയാക്കി കൊടുത്ത് ലീഗൽ സംഗതികൾ കൈകാര്യം ചെയ്യാനാക്കി കൊടുത്ത് ഒക്കെ ശരി. ഇപ്പൊ ആ സഹോദരന്റെ കൂട്ടുകാർ 3-4 പേര് അവർ ഉറപ്പാണെങ്കിൽ മറ്റൊന്നിലേക്ക് അവർ മാറില്ല. അവർക്ക് ഞങ്ങൾക്കൊരാളുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, കൂടുതൽ ചെയ്യും. അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉപയോഗിക്കുന്നത്. അല്ലാതെ കൃഷ്ണരാമ ഗോവിന്ദാന്ന് മാത്രം ചോദിച്ചാൽ പോരാ. കൃഷ്ണനെ കാണണം. അവൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലും കൃഷ്ണനാണ്. ശരി, സന്തോഷം.